നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് വെറും ഒരു മനുഷ്യരെയല്ല, മരണത്തെ മുഖാമുഖം കണ്ട് അതിനെ പുഞ്ചിരിയോടെ നേരിടുന്ന ഭാരതത്തിന്റെ നിശബ്ദ വേട്ടക്കാരെയാണ്. ശത്രുക്കൾ ഇവരെ ഭയത്തോടെ വിളിക്കുന്നത് ധാഡിവാല ഫൗജ് അല്ലെങ്കിൽ മഗർമച്ച് അഥവാ മുതലകൾ. കാരണം ഇവർ എപ്പോൾ വരുമെന്നോ എവിടെ നിന്ന് ആക്രമിക്കുമെന്നോ യമധർമ്മൻ പോലും അറിയില്ല. എല്ലാവർക്കും നമസ്കാരം. കമ്മീഷൻ ഡ്രീംസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സൈന്യത്തിന്റെ പേര് കേട്ടാൽ തന്നെ നമുക്ക് ഓരോരുത്തർക്കും രോമാഞ്ചം വരാറുണ്ട്. എന്നാൽ സ്പെഷ്യൽ ഫോഴ്സുകളുടെ ഇടയിൽ അദൃശ്യ ശക്തികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന മാർക്കോസിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? അമേരിക്കയുടെ നേവി സീൽസിനോളം കരുത്തരായ, ഏത് കൊടുങ്കാറ്റിലും കടലിലും യുദ്ധം ചെയ്യാൻ കഴിയുന്ന ഈ വീരന്മാരുടെ കഥ കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. വീഡിയോ മുഴുവനായി കാണുക, കാരണം അവസാനം ഇവരുടെ ഒരു രഹസ്യതത്വത്തെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ഒരു മാർക്കോസ് കമാൻഡോ ആവുക എന്നത് ലോകത്തിലെ ഏറ്റവും കഠിനമായ കാര്യങ്ങളിൽ ഒന്നാണ്. 10,000 പേർ അപേക്ഷിച്ചാൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത് വെറും 10 പേർ മാത്രമായിരിക്കും. ഇവരുടെ ഹെൽ വീക്ക് എന്ന് പറയുന്ന ആഴ്ചയിൽ ഉറക്കമില്ലാത്ത, വിശപ്പില്ലാത്ത, അതിശക്തമായ ശാരീരിക പീഡനങ്ങളിലൂടെ ഇവർ കടന്നു പോകണം. കൈകാലുകൾ കെട്ടിയിട്ട് കടലിന്റെ ആഴങ്ങളിലേക്ക് ഇവരെ എറിയും. അവിടെ നിന്ന് നീന്തി രക്ഷപ്പെടുന്നവർക്ക് മാത്രമേ മാർക്കോസ് എന്ന ആ ബാഡ്ജ് ധരിക്കാൻ അർഹതയുള്ളൂ. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ ഈ കാവൽ മാലാഖമാരെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് വലിയൊരു പ്രചോദനമാണ്. 2008 നവംബർ 26 മുംബൈ നഗരം ഭയന്നു വിറച്ച രാത്രിയിൽ താജ് ഹോട്ടലിന്റെ ഇരുളടഞ്ഞ ഇടനാഴിയിലേക്ക് ആദ്യം ഇരച്ചു കയറിയത് മാർക്കോസ് ആയിരുന്നു. ഭീകരർ പോലും വിറച്ചുപോയ നിമിഷങ്ങൾ. കടൽ കൊള്ളക്കാരെ നടുകടലിൽ പോയി പിടികൂടാനും ഭീകരവാദത്തിന്റെ വേരറക്കാനും ഇവർക്ക് വെറും സെക്കൻഡുകൾ മതി. ഇവർക്ക് മുഖമില്ല, ഇവർക്ക് പേരില്ല. ഇവർ തങ്ങളുടെ കുടുംബത്തോട് പോലും പറയാറില്ല തങ്ങൾ ആരാണെന്ന്. ദ ഫ്യൂ, ദ ഫിയർലെസ്, അതാണ് മാർക്കോസ്. ഭാരതത്തിന്റെ ഈ വീരപുത്രന്മാർ കടലിൽ ഉറക്കമില്ലാതെ കാവലിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ സമാധാനമായി ഉറങ്ങുന്നത്. നമ്മുടെ മാർക്കോസ് പടയ്ക്ക് വേണ്ടി കമന്റ് ബോക്സിൽ ജയ് ഹിന്ദ് ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു വീരകഥയുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ഭാരത്.